ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് 2 നെയിൽ പോളിഷ് എടുത്തിട്ട് ഏത് കളറാണ് കിട്ടുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പിങ്കാണ് എടുത്തത്. എൻ്റെ കയ്യിൽ 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ, പിങ്കും റെഡും. ഞാനൊരു പാത്രത്തിലാണ് ചെയ്യുന്നത് തന്നെ. ആദ്യം തന്നെ ഞാൻ പിങ്ക് ഇച്ചിരി ഒഴിച്ച് കൊടുത്തു. പക്ഷേ കുറച്ചേ ഞാൻ കൊടുത്തു ഉള്ളൂ, കാരണം കൂട്ടരുത്, കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷേ എനിക്ക് എല്ലാ അബദ്ധം പറ്റിയത് റെഡായിപ്പോയി കേട്ടോ. ചുവന്ന നെയിൽ പോളിഷാണ് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ നെയിൽ പോളിഷ് മേടിക്കുന്നത് കളർ നോക്കിയിട്ടാണ്. പക്ഷേ ഇവർ 2 പേരും ഒരേ കമ്പനിയായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരിതായി ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചേ വീരത്തുള്ളൂ എന്ന്. പക്ഷെ അത് മൊത്തം അങ്ങ് വീണു കണ്ടോ. ആ പിങ്കിനെ അങ്ങ് മറച്ച്. പിന്നെ ഞാൻ അതിൻ്റെ പുറകിലോട്ട് ഞാൻ പിങ്ക് ഇട്ടില്ല. കുഴപ്പമില്ലെന്ന് വിചാരിച്ച് നോക്കാം എങ്ങനെയുണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചുമ്മാ കാണിക്കുക കേട്ടോ. ഇത് തീർന്ന ഒരെണ്ണമാണ് ബ്ലാക്ക്. അപ്പോൾ അതിൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിത് ഇളക്കുന്നത്. അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഏത് കളറാണ് കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടി. റെഡ് കൂടിയതാണെന്ന് തോന്നുന്നു, ചുവന്നത് ഇച്ചിരി കൂടിപ്പോയതെന്ന് തോന്നുന്നു. കളർ കിട്ടത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ കുറേ നേരം കൊണ്ട് ഇളക്കി എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് വന്നത്. ഒരു പർപ്പിൾ പിങ്ക് എന്ന് ഞാൻ പറയാം കേട്ടോ. വീഡിയോയിൽ കൂടെ കാണാൻ പറ്റാത്തത് കാരണമാണ് ഞാനൊരു പേപ്പറിൽ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നത്. എങ്ങനെയുണ്ടെന്ന് പറയാൻ, ഇത് കുഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.